ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നൂലിൻ്റെ സെൻറ്ററിലിരിക്കുന്ന ഈ റോൾ ഉപയോഗിച്ചുള്ള ഒരു കുഞ്ഞ് ക്രാഫ്റ്റ് ഐഡിയയാണ്. എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ഐഡിയയാണ്. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് നൂല് തീർന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള റോള് പാഴാക്കി കളയാതെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. ആദ്യം നമുക്ക് ഇതിവിടെ വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതേ കനത്തിൽ ഈ റോളുകളെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഒന്നുകിൽ ബ്ലേഡ് ഉപയോഗിച്ചോ കട്ടർ ഉപയോഗിച്ചോ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ബ്ലേഡ് ഉപയോഗിച്ചാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ കട്ടർ ആണ് ഉള്ളതെങ്കിൽ അത് ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇത്ര കനത്തിന് വേണം നമ്മൾ ഓരോ പീസും കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ ഞാൻ എല്ലാ പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു ബലൂണാണ്. ഞാനിത് വീർപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്കിതുപോലൊരു സ്കെച്ച് പെൻ ഉപയോഗിച്ച് ഒന്ന് ഇതുപോലെ വരച്ച് കൊടുക്കണം. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ദയവേത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് നോക്കുക. ഇതുപോലെ ഞാനിപ്പോൾ മുഴുവനായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് നിങ്ങളും വരച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് ഗ്ലൂ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഏത് തരത്തിലുള്ള ഗ്ലൂ ഉപയോഗിച്ചാലും മതി. അതിലേക്ക് ഞാൻ ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള റൗണ്ട് പീസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള എന്തെങ്കിലും സംഭവം ഉപയോഗിച്ച് ഇതുപോലെ ഓരോ പീസസായിട്ട് നമ്മുടെ ബലൂണിന് പുറത്തായിട്ട് വെച്ച് കൊടുക്കുക. അടുത്തടുത്തായിട്ട് വയ്ക്കുക. ഓരോ പീസിലും നന്നായിട്ട് ഗ്ലൂ പുരട്ടിയതിന് ശേഷം വേണം ഇതുപോലെ എടുത്ത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഓരോ പീസും നന്നായിട്ട് ചേർന്നിരിക്കുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ. നൂലിൻ്റെ സെൻറ്ററിലിരിക്കുന്ന റോള് കിട്ടിയില്ലെന്ന് കരുതി ആരും വിഷമിക്കേണ്ട. ഇതിന് പകരം നമുക്ക് ന്യൂസ് പേപ്പർ റോളായിട്ട് മടക്കിയെടുത്ത ശേഷം ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുത്താലും മതി. ഇപ്പോൾ നമ്മൾ ഒരു ലെയർ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ വേണം ഒട്ടിച്ചെടുക്കാനായിട്ട്. സെൻറ്റർ പീസ് ഒഴിവാക്കിയിട്ട് നമുക്ക് ബലൂൺ മുഴുവനായിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. സാവധാനത്തിൽ ഇതുപോലെ ഓരോ റൗണ്ട് പീസസായിട്ട് എടുത്ത് അടുത്തടുത്തായി ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ ബലൂൺ മുഴുവനായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഉണങ്ങാനായിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം എടുക്കുക. ഇപ്പോൾ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ബലൂണിൽ നിന്ന് ഇത് ഇങ്ങനെ വിടുവിച്ചെടുക്കുക. ഇതുപോലെ എന്തെങ്കിലും ഉപയോഗിച്ച് ഓരോ റോളിൻ്റെയും അകത്തായിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ടച്ച് ചെയ്ത് ബലൂൺ ഇതിൽ നിന്ന് നമുക്ക് ഇളക്കി മാറ്റാം. ഇതുപോലൊരു ചെറിയ ഹോൾ ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ബലൂൺ അതിൽ നിന്ന് ഇളക്കി മാറ്റാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനകം ഭാഗത്തായിട്ട് ഫെവിക്രിലിൻ്റെ ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് ഒന്ന് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ ബലൂണിനുള്ളിൽ നിന്നും ഇതിനെ ഇങ്ങനെ വേർതിരിച്ചെടുക്കാവൂ. അല്ലെങ്കിൽ ഇതിൻ്റെ പീസുകൾ പൊട്ടിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്.
നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ആയിട്ടില്ലെങ്കിലും നമുക്ക് ഇത് ഇളകി വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഗ്ലൂ പുരട്ടി വേണം ഇതുപോലെ ഒട്ടിച്ചെടുക്കാൻ. ഓരോ പീസും അതിൽ നന്നായിട്ട് ഒട്ടിയാൽ മാത്രമേ ഇങ്ങനെ ഇതുപോലെ നമുക്ക് കിട്ടുകയുള്ളൂ. ഇതുപോലെ അകം ഭാഗം മുഴുവനായിട്ടും നമുക്ക് ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം പുറം ഭാഗത്തായിട്ട് ഇതുപോലെയുള്ളൊരു ബ്രൗൺ കളർ പെയിൻ്റാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. തടിയുടെ കളറിലുള്ള പെയിൻ്റാണ് ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് പെയിൻറ്റ് ചെയ്ത് കൊടുത്താലായിട്ട് മതി. ഇത് തന്നെ ചെയ്യണമെന്നില്ല. ഇത് മുഴുവനായിട്ടും നമുക്ക് ഇതുപോലെ പെയിൻറ്റ് ചെയ്തെടുക്കാം. ബലൂൺ മുഴുവനായിട്ട് ഒട്ടിച്ചെടുക്കാനായിട്ട് നൂൽ റോള് തികഞ്ഞില്ല. അതിന് പകരമായിട്ട് ഞാൻ കുറച്ച് ന്യൂസ് പേപ്പർ റോൾസായിട്ട് മടക്കി ബാക്ക് സൈഡിലായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മുഴുവനായിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതുപോലുള്ള 3 പീസുകളാണ് വേണ്ടത്. ഇതേ അളവ് തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ പേപ്പർ കട്ട് ചെയ്തെടുത്താലായിട്ട് മതി. ഇഷ്ടമുള്ള കളർ പേപ്പർ കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ വൈറ്റ് കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ വേണം ഒന്ന് മടക്കിയെടുക്കാനായിട്ട്. നാം ഇപ്പോൾ ഒരു ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. ഇതുപോലെ മടക്കിയെടുത്ത ശേഷം നമുക്ക് ഒന്ന് ഇതുപോലെ ഫ്ലവറിൻ്റെ ഇതളിൻ്റെ ആകൃതിയിൽ ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് സാവധാനത്തിൽ നിവർത്തിയെടുക്കാം. ഇപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓരോ പെറ്റൽസായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. സെൻറ്ററിലൂടെ ഒന്ന് ഇതുപോലെ മടക്കി കൊടുക്കുക. ഇതുപോലെ മറ്റ് 2 പീസുകളും ഫ്ലവറായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ 3 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസുകളായിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒന്നിനു മുകളിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. മൂന്ന് പീസ് ഒട്ടിച്ച് കഴിഞ്ഞ ശേഷം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊരു ഇപ്പോൾ ഞാൻ ഒട്ടിച്ചിരിക്കുന്നത് ഒരു ഗോൾഡൻ കളർ സ്റ്റോൺ ആണ്. നിങ്ങളുടെ കയ്യിലുള്ളൊരു സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്താലായിട്ട് മതി. ഞാനിപ്പോൾ 2 റെഡ് കളറ് ഫ്ലവർ കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്രീൻ കളർ പേപ്പറിൽ ഇതുപോലെ ഒന്ന് ലീവ്സിൻ്റെ ആകൃതിയിൽ നമുക്കൊന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കണം. ഇത് വരച്ചെടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്. വെറുതെ ഇതുപോലെ കുറച്ച് ഇലകളുടെ രൂപം വരച്ചു കൊടുത്താലായിട്ട് മതി. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ നമ്മുടെ ഇതിന് മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഫ്ലവറിന് ബാക്ക് സൈഡിലായിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ നമുക്ക് 3 ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് സെൻറ്ററിലായിട്ടല്ല, ഒരു സൈഡിലായിട്ടാണ് ഇതുപോലെ 3 ഫ്ലവർ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ 3 ഫ്ലവർ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത ലീവ്സ് ഓരോന്നായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫ്ലവേഴ്സും ലീവ്സും അറേഞ്ച് ചെയ്ത് വയ്ക്കാം. ഇതുപോലെ തന്നെ അറേഞ്ച് ചെയ്യണമെന്നില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഇത് അറേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു സംഭവം വെച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് ഇതൊന്ന് വെച്ച് കൊടുക്കാം.
ഇപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതൊരു കിളിക്കൂടാണ്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ചകിരി ചെറിയ നാരുകളായി ഇതുപോലെ ആക്കിയ ശേഷം ഒന്ന് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇതിന് ഉള്ളിലായിട്ട് നമുക്ക് കുറച്ച് കുഞ്ഞിക്കിളിയെ കൂടി ഇരുത്തണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുഞ്ഞിക്കിളി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇനി ഞാൻ കുറച്ച് തെർമോക്കോൾ ബോൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഇതിനുള്ളിലായിട്ട് വെച്ച് കൊടുക്കാം. നമ്മുടെ മൂന്നാമത്തെ കിളിയെയും ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂട്ടിനകത്ത് കുഞ്ഞിക്കിളികളും മുട്ടയും ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞിക്കിളിയെ ഉണ്ടാക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് കയറി കണ്ടു നോക്കുക. ഇനി നമുക്ക് ഈ കിളിക്കൂട് ഒന്ന് ഹാങ് ചെയ്തിടണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ത്രെഡ് എടുക്കുക. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു വൈറ്റ് കളർ വൂളൻ ത്രെഡാണ്. എന്നിട്ട് അത് ഒന്ന് ഇതുപോലെ നമുക്ക് ഇതിന് മുകളിലായിട്ട് ഹോളിൽ കൂടി കയറ്റി ഒന്ന് ഇതുപോലെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു വീഡിയോ ആയിരുന്നു ഇന്ന്.